നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ഇപ്പോൾ UDF-ൽ നിൽക്കുന്ന RSPയിൽ ഒരു പിളർപ്പ് ഉടൻ ഉണ്ടായേക്കും. ഇപ്പോൾ NK പ്രേമചന്ദ്രൻ്റെയും ഷിബു ബേബി ജോണിൻ്റെയും നേതൃത്വത്തിലുള്ള RSP UDF-ൽ നിൽക്കുന്നത് വളരെയേറെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടാണ്. ഷിബു ബേബി ജോണ് ഇനി നിയമസഭയിൽ എത്തണമെങ്കിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിച്ചാലേ നടക്കൂ. പ്രേമചന്ദ്രനാണെങ്കിൽ കൊല്ലം സീറ്റ് UDF പിന്തുണയോടെ സുരക്ഷിതമായി ഉറപ്പിച്ചതുകൊണ്ട് ഇനി ആജീവനാന്തം പാർലമെന്റിലേക്ക് പോകാൻ കച്ചകെട്ടി ഇരിക്കുകയാണ്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NK പ്രേമചന്ദ്രൻ കൊല്ലത്ത് നിന്ന് ജയിക്കുന്നുള്ള കാര്യം CPM-ന് പോലും ഇനി ഉറപ്പാണ്. എന്നാൽ ഷിബു ബേബി ജോണിൻ്റെ കാര്യം അങ്ങനെയല്ല. ഷിബു ബേബി ജോണ് മത്സരിക്കാൻ ഒരു സീറ്റ് ഇപ്പോൾ നിലവിൽ ഇല്ല. UDF സ്ഥാനാർത്ഥിയായി ചവറയിൽ നിന്ന് മത്സരിച്ചാൽ വിജയിക്കുമോ എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് യാതൊരു ഉറപ്പുമില്ല. അങ്ങനെ വരുമ്പോൾ അദ്ദേഹം പതിയെ ഇടതുപക്ഷത്തേക്ക് പോകാൻ ശ്രമിക്കുകയാണ്. ഇടതുപക്ഷത്ത് ചെന്നാൽ CPM തങ്ങളുടെ ഉറച്ച സീറ്റുകളൊന്ന് ഷിബു ബേബി ജോൺ കൊടുക്കുമെന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയാം. അത്തരത്തിലുള്ള ഉറപ്പ് അദ്ദേഹത്തിന് പാർട്ടിയിൽ നിന്ന് CPM-ൽ നിന്ന് ലഭിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഏതായാലും ഷിബു ബേബി ജോൺ ഒരുപക്ഷെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് UDF വിട്ടേക്കാം. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ NK പ്രേമചന്ദ്രൻ UDF-ൽ ഉറച്ചു നിൽക്കുകയും ഷിബു ബേബി ജോൺ അപ്പുറത്തെത്തുകയും ചെയ്താൽ വീണ്ടും രണ്ട് RSPകൾ ഉണ്ടാവും. പ്രേമചന്ദ്രൻ്റെ RSP UDF-ലും ഷിബു ബേബി ജോണിൻ്റെ RSP ഇടതുമുന്നണിയിലും. അത്തരത്തിലുള്ളൊരു രാഷ്ട്രീയ നീക്കം ഏതാനും ദിവസങ്ങളായി നടന്നു വരുന്നുണ്ട്. ഏതായാലും ഷിബു ബേബി ജോൺ ഒരു കാര്യം ഉറപ്പാണ്, UDF-ന് ഭരണം കിട്ടുക അത്ര എളുപ്പമില്ല. ഭരണം കിട്ടിയാൽ തന്നെ താൻ ചവറയിൽ നിന്ന് ജയിക്കുന്ന കാര്യവും അത്ര എളുപ്പമല്ല. എന്നാൽ അപ്പോൾ ഒരു CPM തനിക്കൊരു ഉറച്ച സീറ്റ് വച്ച് നീട്ടുകയാണെങ്കിൽ അവിടെ നിന്ന് ജയിച്ച് മന്ത്രിയാകാൻ വരെ സാധ്യതയുണ്ട്. കാരണം CPM വീണ്ടും അധികാരത്തിൽ വരികയാണെങ്കിൽ, ഇടതുമുന്നണി വീണ്ടും അധികാരത്തിൽ വരികയാണെങ്കിൽ ഷിബു ബേബി ജോണിനെ അവർ പരിഗണിക്കും. UDF-ൽ നിന്നാലും അദ്ദേഹത്തിന് മന്ത്രിയാകും. പക്ഷേ UDF-ൽ നിന്നാൽ ഏത് സീറ്റിൽ നിന്ന് ജയിച്ച് നിയമസഭയിലെത്തും? അഥവാ ഇനി UDF-ന് ഭരണം ലഭിക്കുമോ? ഇത്തരം ചെറിയ കൺഫ്യൂഷനുകൾ, ഇത്തരം ചെറിയ ചിന്താക്കുഴപ്പങ്ങൾ ഷിബു ബേബി ജോണിന് നന്നായി ഉണ്ട്. മാത്രമല്ല പ്രേമചന്ദ്രനും ഷിബു ബേബി ജോണും തമ്മിൽ അത്ര ഒരു സ്വരച്ചേർച്ചയൊന്നും ഇല്ല എന്നാണ് RSP വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഷിബു ബേബി ജോൺ പ്രേമചന്ദ്രൻ നേതൃത്വം അങ്ങനെ പൂർണ്ണമായി അംഗീകരിക്കുന്നൊന്നുമില്ല. ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ പുറത്ത് ഇപ്പോൾ നിന്നു പോകുന്നു എന്ന് മാത്രം. പ്രേമചന്ദ്രനാകത്തെ UDF നേതൃത്വത്തിൻ്റെ കണ്ണിലുണ്ണിയാണ്. അഖിലേന്ത്യാ തലത്തിൽ തന്നെ AICC നേതൃത്വവുമായിട്ടുള്ള AICC നേതാക്കളുമായി നല്ല അടുപ്പവും മികച്ച പാർലമെൻറ്റേറിയൻ, പ്രഗത്ഭനായ പാർലമെൻറ്റേറിയൻ എന്നുള്ള പേരെല്ലാം അദ്ദേഹം സമ്പാദിക്കുകയും ചെയ്തതോടെ കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെ കണ്ണിലുണ്ണിയാണ് NK പ്രേമചന്ദ്രൻ. അതുകൊണ്ട് NK പ്രേമചന്ദ്രനെ UDF വിടുന്ന പ്രശ്നമില്ല. പ്രേമചന്ദ്രൻ ഇനി അടുത്ത തവണയും അതിന് പിന്നത്തെ തവണയും കൊല്ലത്ത് നിന്ന് ജയിച്ച് MP ആകും. ഇനി UPA സർക്കാർ അങ്ങനെ അധികാരത്തിൽ വന്നാൽ കേന്ദ്രമന്ത്രി വരെ ആകാൻ അദ്ദേഹത്തിന് കഴിയും. എന്നാൽ പാവം ഷിബു ബേബി ജോണ് ഇതൊന്നുമല്ല. അദ്ദേഹം ചവറയിൽ നിന്ന് വീണ്ടും മത്സരിച്ച് നിയമസഭയിലെത്തുമോ എന്നുള്ള കാര്യം അദ്ദേഹത്തിന് ഉറപ്പില്ല. അതേസമയം തങ്ങളുടെ കൂടെ പോരുകയാണെങ്കിൽ ഉറച്ച ഒരു ഇടതുമുന്നണിയുടെ സീറ്റ് ഷിബു ബേബി ജോണിന് വച്ചു നീട്ടാൻ CPM തയ്യാറുമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം രണ്ടാമത് പറഞ്ഞത് എടുക്കാനാണ് സാധ്യത. ഇടതുമുന്നണിയിലേക്ക് പോയി ഉറച്ചൊരു സീറ്റ് ലഭിച്ച് പറ്റുമെങ്കിൽ അവിടെ നിന്ന് മന്ത്രിയാകാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അത്തരത്തിലുള്ള ചില നീക്കങ്ങളൊക്കെ RSPയുടെ ഭാഗമായി നടക്കുന്നു എന്നാണ് അറിയുന്നത്. ഏതായാലും നേതാക്കളാരും മനസ്സ് പറഞ്ഞിട്ടില്ല. ഷിബു ബേബി ജോൺ ഇക്കാര്യം തുറന്നു പറഞ്ഞിട്ടുമില്ല. ഏതായാലും RSPയിൽ ഒരു പിളർപ്പിൻ്റെ സാധ്യത കൃത്യമായി നമ്മൾ കാണുന്നുണ്ട്. പിളർപ്പിൻ്റെ മണം RSPയിൽ അടിക്കുന്നുണ്ട്. ഷിബു ബേബി ജോൺ ഒരു ഭാഗത്തും പ്രേമചന്ദ്രൻ മറുഭാഗത്തുമായി രണ്ട് RSPകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിൽ ഷിബു ബേബി ജോണിൻ്റെ RSP ഇടതുമുന്നണിയിൽ എത്താൻ സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ കോവൂർ കുഞ്ഞുമോൻ്റെ ഒരു RSP ഇടതുമുന്നണിയിലുണ്ട്. അതുമായി യോജിച്ച് ഒറ്റ RSP ആയി മാറി ഇടതുമുന്നണിയിലെ ഒരു പ്രമുഖ പാർട്ടിയായി മാറാൻ RSP ആഗ്രഹിക്കുന്നുണ്ട്. ഷിബു ബേബി ജോണും ആഗ്രഹിക്കുന്നുണ്ട്, പിണറായി വിജയനും ആഗ്രഹിക്കുന്നുണ്ട്, കോവൂർ കുഞ്ഞുമോനും ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് RSPയിൽ ഒരു പിളർപ്പ് അനിവാര്യമാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്.